അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്ന വീടിന്റെ ഉള്ളിൽ കണ്ടെത്തിയത് നോക്കൂ. ആദ്യമായി സൗദി അറേബ്യ ഈ മറഞ്ഞിരുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട കാഴ്ചക്കാരെ, ഈ വീഡിയോയിൽ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉത്തമ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം താമസിച്ചിരുന്ന വീടിനെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതാണ് പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറഞ്ഞ ആ വീടിന്റെ മുറി. നമുക്കൊരുമിച്ച് ഈ വിശുദ്ധ സ്ഥലം പര്യവേക്ഷണം ചെയ്യാം. ആയിഷയുടെ വീട് എങ്ങനെയായിരുന്നുവെന്ന് മനസ്സിലാക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുറി പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മസ്ജിദിന്റെ കിഴക്ക് ഭാഗത്തായിരുന്നു. മുറിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് തുറക്കുന്ന ഒരു വാതിൽ മസ്ജിദിലേക്ക് നയിച്ചിരുന്നു. ഇത് മസ്ജിദിന്റെ മുറ്റത്തെ വീടിന്റെ ഒരു വിപുലീകരണം പോലെ തോന്നിപ്പിച്ചു. മുറിയുടെ നീളം ഏകദേശം 6 മുതൽ 7 കൈമുഴം, ഏകദേശം 3.5 മീറ്റർ ആയിരുന്നു. അതിന്റെ ഭിത്തികൾ പഴുക്കാത്ത കളിമണ്ണുകൊണ്ടും മേൽക്കൂര ഈന്തപ്പനയുടെ ഇലകൾ കൊണ്ടും നിർമ്മിച്ചിരുന്നു. മേൽക്കൂര വളരെ താഴ്ന്നതായിരുന്നു. ഒരാൾ കൈ ഉയർത്തിയാൽ അത് എളുപ്പത്തിൽ തൊടാൻ കഴിയും. മഴയിൽ നിന്ന് വീടിനെ സംരക്ഷിക്കാൻ പുറംഭാഗം മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ച കട്ടിയുള്ള പായകളോ വലകളോ കൊണ്ട് മൂടിയിരുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുറിയുടെ വാതിൽ ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം ഉണ്ടായിരുന്ന ജൂനിബർ എന്ന ശക്തമായ ഒരു ഉഷ്ണമേഖലാ മരം കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. മുറിയുടെ ഉള്ളിൽ ഹിജ്റയ്ക്ക് ശേഷം 1 മാസം പ്രവാചകൻ താമസിച്ചിരുന്ന അല്പം ഉയർത്തിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്ന് മറ്റ് ഭാര്യമാരോടൊപ്പം ചേർന്നു. ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീടിനെക്കുറിച്ച് ഇങ്ങനെയാണ് വിവരിച്ചത്. ഹിജ്റ ചെയ്ത് ഭാര്യമാരോടൊപ്പം താമസിച്ച ശേഷം പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീടിനെക്കുറിച്ചും പ്രവാചകൻ എങ്ങനെ വിശ്രമിച്ചിരുന്നുവെന്നും വിവരിച്ചു. അവർ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കിടക്ക തോൽ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. തുടക്കത്തിൽ മുറിയിൽ ഒരു കിടക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അവർ മറ്റൊരു കിടക്ക കൂടി ശേഖരിച്ചു. കുറച്ചു തലയിണകൾ ഉണ്ടായിരുന്നെങ്കിലും വിളക്കോ പ്രകാശമോ ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ ഹാത്തിബ് ബിൻ മൽതായ് പ്രവാചകനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം അവനെ സ്വന്തം വീട്ടിൽ ആതിഥ്യം വഹിച്ചു. എന്നാൽ അതിഥിക്കിരിക്കാൻ യോഗ്യമായ ഒന്നുമുണ്ടായിരുന്നില്ല. ഒരു കട്ടിയുള്ള ഈന്തപ്പനയുടെ ഇലയുടെ തലയിണ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ അത് അതിഥിക്ക് വേണ്ടി വച്ചു. അദ്ദേഹം തന്നെ നിലത്തിരുന്നു. പ്രവാചകന്റെ വീട്ടിലെ അടുക്കളയെക്കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞങ്ങളൊരു ചന്ദ്രനെ കാണും, പിന്നെ മറ്റൊരു ചന്ദ്രനെ, പിന്നെ മറ്റൊന്നിനെ 3 ചന്ദ്രന്മാർ. അതായത് 2 മാസം പൂർണ്ണമായും കടന്നുപോകും. എന്നിട്ടും വീട്ടിൽ തീ ജ്വലിപ്പിക്കപ്പെടില്ല. അവർ എന്താണ് കഴിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, 2 കറുത്ത വസ്തുക്കൾ, ഈന്തപ്പഴവും വെള്ളവും. ചിലപ്പോൾ ഈന്തപ്പഴം പോലും ലഭ്യമല്ലാതിരിക്കും. 2 ദിവസം കടന്നുപോകും. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ചെറിയ ഈന്തപ്പഴം പോലും കണ്ടെത്താതെ. അവർ പറഞ്ഞു, പ്രവാചകന്റെ കുടുംബം തുടർച്ചയായി 2 ദിവസം യവ റൊട്ടി നിറഞ്ഞവയോടെ ഭക്ഷിച്ചിട്ടില്ല, അദ്ദേഹം മരിക്കുന്നതുവരെ. പല ദിവസങ്ങളും ഭക്ഷണമില്ലാതെ ഈന്തപ്പഴമോ യവമോ ഇല്ലാതെ വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടപ്പോൾ വീട്ടിൽ ഒരു അലമാരയിൽ അരമുദ്ദ് യവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് അദ്ദേഹം ദീർഘകാലം ഉപയോഗിച്ചു. അത് തീർന്നുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ശുദ്ധീകരിച്ച വെളുത്ത റൊട്ടി കണ്ടിട്ടില്ല. ഉർവ ബിൻ സുബൈർ അവരോട് പ്രവാചകൻ ശുദ്ധീകരിച്ച റൊട്ടി കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അത്തരം റൊട്ടി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മാവ് പോലും പ്രവാചകന്റെ വീട്ടിൽ പ്രവേശിച്ചിട്ടില്ല. അദ്ദേഹം അതൊരിക്കലും കണ്ടിട്ടില്ല. പിന്നീട് ഉർവ ചോദിച്ചു, നിന്റെ യവം എങ്ങനെ കഴിച്ചു? അവർ മറുപടി പറഞ്ഞു, ഞങ്ങൾ യവിന്റെ തവിട് ഊതിക്കളഞ്ഞ് അത് പൊടിച്ചു മാവാക്കി റൊട്ടിയുണ്ടാക്കി. ഇതായിരുന്നു അള്ളാഹുവിന്റെ ദൂതന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതരീതി. അദ്ദേഹം മനുഷ്യരിൽ ഏറ്റവും ഉത്തമനും സൃഷ്ടികളിൽ ഏറ്റവും മഹാനുമായിരുന്നു. അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അള്ളാഹുവിനോട് ധനവും പദവിയും ചോദിക്കാമായിരുന്നു. അള്ളാഹു അത് നൽകുമായിരുന്നു. മക്കയിലെയും മദീനയിലെയും മലകൾ സ്വർണമാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നെങ്കിൽ അള്ളാഹു അത് നടത്തുമായിരുന്നു. എന്നാൽ അദ്ദേഹം ലൗകിക ആഡംബരങ്ങളെ വിലമതിച്ചില്ല. പകരം വിശ്വാസത്തിന്റെയും അനുസരണയുടെയും അള്ളാഹുവിനോടുള്ള പൂർണ്ണമായ കീഴടങ്ങലിന്റെയും അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്റെ വീട് പണിതു. ഇസ്ലാമിന്റെ അനുഗ്രഹത്തിന് അള്ളാഹുവിനെ എല്ലാ സ്തുതിയും. ഇതുതന്നെ ഒരു പൂർണ്ണമായ അനുഗ്രഹമാണ്. ഇപ്പോൾ നമ്മുടെ പ്രവാചകന്റെ വംശജർ ആരാണ്? അവർ ഇന്ന് എവിടെ താമസിക്കുന്നു എന്ന് നോക്കൂ.
ഒരു പക്ഷേ നിനക്കറിയാതെ നിന്നെ തന്നെ അവരിൽ ഒരാളായിരിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാനും ശുദ്ധനുമായിരുന്നു. അദ്ദേഹം 12 ഭാര്യമാരെ വിവാഹം ചെയ്തു. ആദ്യത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഖദീജയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ മക്കളും ഇവരാണ്: ഖാസിം, അബ്ദുല്ല, സൈനബ്, ഫാത്തിമ, സഹറ, റുഖയ്യ, ഉമ്മു കുൽസും. കൂടാതെ മരിയ അൽ കിബ്തിയയിൽ നിന്നിബ്രാഹിം എന്ന പേര് ഒരു മകനുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഇച്ഛയാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ആൺമക്കളും ബാല്യത്തിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പെൺമക്കൾ വിവാഹിതരായി 6 പേർക്കുട്ടികളെ അദ്ദേഹത്തിന് നൽകി: ഹസൻ, ഹുസൈൻ, അലി, ഉമ്മാമ, ഉമ്മു കുൽസും, സൈനബ്. ഇന്ന് ജീവിക്കുന്ന പ്രവാചകന്റെ വംശജർ എല്ലാം ഫാത്തിമയിലൂടെയും അലി ഇബ്നു അബി താലിബിലൂടെയും അദ്ദേഹത്തിൻ്റെ വംശവുമായി ബന്ധപ്പെട്ടവരാണ്. പ്രവാചകൻ മനുഷ്യരാശിയുടെ നേതാവായിരുന്നു. അവനുമായി ബന്ധപ്പെടുന്നത് വലിയ ബഹുമതിയാണ്. അദ്ദേഹത്തിൻ്റെ വംശം അതുല്യമാണ്. കാരണം അവൻ്റെ വംശജർ അവൻ്റെ പിതാവിൻ്റെ വശത്തു കൂടിയല്ലാവൻ്റെ വഴിയാണ് കണക്കാക്കപ്പെടുന്നത്. പല പണ്ഡിതന്മാരും ഈ ഒഴിവാക്കലിനെ അംഗീകരിക്കുന്നു. ഫാത്തിമ എൻ്റെ ഒരു ഭാഗമാണ് എന്ന പ്രവാചകന്റെ വാക്കുകൾ ഇതിനെ ശരിവയ്ക്കുന്നുവെന്ന് പറയുന്നു. ഹസനെക്കുറിച്ച് എൻ്റെ ഈ മകൻ ഒരു നേതാവാണ് എന്ന് പറഞ്ഞു. അതിനാൽ അവൻ്റെ പേർക്കുട്ടി അവൻ്റെ മകനായി കണക്കാക്കപ്പെട്ടു. പ്രവാചകനുമായി യഥാർത്ഥത്തിൽ ബന്ധപ്പെട്ടവർ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് നിഷേധിക്കാനാവില്ല. അവർ അലിയുടെ കുടുംബത്തിൽ നിന്നോ, അബ്ബാസിന്റെ കുടുംബത്തിൽ നിന്നോ, ഹാരിദ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ കുടുംബത്തിൽ നിന്നോ, അലി മുത്തലിബിന്റെ കുടുംബത്തിൽ നിന്നോ ആകാം. ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു കാര്യം ഓർമ്മിക്കണം. ഒരു ഉന്നതമായ വംശം ഒരു വ്യക്തിക്ക് ഗുണം ചെയ്യില്ല. അവൻ അവിശ്വാസിയോ പാപിയോ ആണെങ്കിൽ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസനായ ഒരു സത്യനിഷ്ഠനായ മുസ്ലിം അവൻ ഒരു അടിമയാണെങ്കിൽ പോലും അവൻ്റെ പ്രവൃത്തികൾക്ക് അള്ളാഹു സ്വീകരിക്കും വംശത്തിനല്ല. പ്രവാചകന്റെ വംശജർ എന്ന് അവകാശപ്പെടുന്നവർ എല്ലാവരും ധർമ്മനിഷ്ഠരല്ല. ചിലർ നീതിമാന്മാരാണ്, മറ്റു ചിലർ പാപികളാണ്. ഒരു ബഹുമാനപ്പെട്ട വംശം തിരഞ്ഞെടുക്കാൻ കഴിയില്ലാതെ പരലോകത്ത് യാതൊരു പ്രയോജനവും നൽകുന്നില്ല. അള്ളാഹുവിൻ്റെ മുന്നിൽ ബഹുമാനത്തിൻ്റെ യഥാർത്ഥ മാനദണ്ഡം ധർമ്മനിഷ്ഠയാണ്. പ്രവാചകന്റെ കുടുംബത്തിന്റെ അവകാശങ്ങൾ മുസ്ലിംകൾക്ക് മേൽ ഇവയാണ്: അവരെ സ്നേഹിക്കുക, കാണിക്കുക, പിന്തുണയ്ക്കുക, ബഹുമാനിക്കുക, അനുഗമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവസാന തശഹുദിൽ നാം പറയുന്നു: ഓ അല്ലാഹു, മുഹമ്മദിനും മുഹമ്മദിന്റെ കുടുംബത്തിനും സമാധാനം അനുഗ്രഹിക്കണമേ. നീ ഇബ്രാഹിമിനും ഇബ്രാഹിമിന്റെ കുടുംബത്തിനും സമാധാനം അനുഗ്രഹിച്ചതുപോലെ തീർച്ചയായും നീ സ്തുത്യർഹനും മഹത്വമുള്ളവനുമാണ്. അള്ളാഹുവിനാണ് ഏറ്റവും ഉത്തമമായ അറിവെല്ലാ പ്രവാചകന്മാർക്കും ദൂതന്മാർക്കും ഏറ്റവും ഉത്തമനായ സൃഷ്ടിക്ക് സമാധാനവും അനുഗ്രഹവും. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിതവും വീടും നമുക്ക് ശാശ്വതമായ പാഠങ്ങളും ശാശ്വതമായ മാതൃകയുമാണ്. പ്രവാചകന്റെ മാതൃക പിന്തുടരുക, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇസ്ലാമിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസ്ലിമിൻ്റെ കടമ. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന യഥാർത്ഥ മഹത്വവും ബഹുമാനവും ധനത്തിലോ ലൗകിക സ്വത്തുക്കളിലോ അല്ല, ലാളിത്യത്തിലും വിനയത്തിലും അള്ളാഹുവിനോടുള്ള ഭക്തിയിലുമാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ദാസനായിരുന്നിട്ടും അദ്ദേഹം ലളിതമായ ജീവിതം തിരഞ്ഞെടുത്തു. പരിമിതമായ വിഭവങ്ങളുണ്ടായിരുന്നിട്ടും പ്രവാചകനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒരിക്കലും അള്ളാഹുവിനോടുള്ള നന്ദിയോ ക്ഷമയോ നഷ്ടപ്പെടുത്തിയില്ല. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് നമുക്കുള്ളതിൽ തൃപ്തരായിരിക്കാനും പ്രയാസങ്ങളിൽ പോലും അള്ളാഹുവിൻ്റെ ജ്ഞാനത്തിൽ വിശ്വസിക്കാനുമാണ്. പ്രവാചകൻ കാണിച്ചു തന്ന ആരാധന, വിശ്വാസം, അള്ളാഹുവിനോടുള്ള അനുസരണം എന്നിവ ലൗകിക നേട്ടങ്ങളെക്കാൾ വളരെ വിലപ്പെട്ടവയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ തെളിയിക്കുന്ന വിശ്വാസത്തിൻ്റെയും നീതിയുടെയും അടിസ്ഥാനത്തിൽ നിർമ്മിക്കപ്പെട്ട ജീവിതമാണ് ഈ ലോകത്തും പരലോകത്തും വിജയത്തിലേക്കുള്ള യഥാർത്ഥ പാത. പ്രിയ സുഹൃത്തുക്കളെ, ഇതോടെ ഇന്നത്തെ ചർച്ച അവസാനിക്കുന്നു. ഈ വിഷയത്തെക്കുറിച്ചുള്ള നിന്റെ ചിന്തകൾ പങ്കുവയ്ക്കൂ. ഇസ്ലാമിൻ്റെ ഈ പഠനങ്ങൾ പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.